ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും AS ടെക്കിൻ്റെ പുതിയൊരു ഗെയിമിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ വെഹിക്കിൾ സിമുലേറ്ററിൽ ഏതൊക്കെ കാറാണ് മോഡിഫിക്കേഷൻ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ടോട്ടലായിട്ട് 4 കാറാണ് ഈ ഗെയിം നമുക്ക് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടെ വണ്ടികൾ തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്ത് നോക്കാൻ പോകുന്ന കാർ താറാണ്. നമുക്ക് ആദ്യം ഓപ്ഷൻസിൽ കയറി താർ സെലക്ട് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ താർ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് മോഡിഫിക്കേഷനിൽ കാർ മോഡിഫിക്കേഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഓരോ ആക്സസറീസും ആഡ് ചെയ്യാം. അതിനുശേഷം വീൽസ് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീൽസും അതിനുള്ള റിമ്മും അലൈൻമെൻറ്റും ഒക്കെ ക്ലിയർ ചെയ്യുകയും അതിൻ്റെ പൊസിഷൻ ആഡ് ചെയ്യുക. അതിന് ശേഷം നമുക്കതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്യാം. അതിനുശേഷം വീൽ സ്മോക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ ആഡ് ചെയ്യുക. ബോഡി കളർ ഞാനിപ്പോൾ കറുപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഹെഡ്ലൈറ്റ് കളറും സെലക്ട് ചെയ്യാനുണ്ട്. ഞാനിപ്പോൾ അത് റെഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം വീണ്ടും മോഡിഫിക്കേഷൻ എടുത്ത് കോമൺ മോഡിഫിക്കേഷനിൽ അതർ ഓപ്ഷൻസിൽ പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ പ്രൊജക്ടർ ലാമ്പ് ഓൺ ആകുന്നതാണ്. ഇപ്പോൾ നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഓപ്ഷൻ എല്ലാ വണ്ടികളിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വാഹനങ്ങളുടെ സ്പീഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്പീഡ് സെറ്റ് ചെയ്യുമ്പോൾ ബ്രേക്ക് സ്പീഡ് ടോപ്പിൽ വേണം ഇടാൻ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ആൾ വീൽ ഡ്രൈവ് ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഈ വണ്ടി എടുത്തു നോക്കാം. സസ്പെൻഷൻ ഉറപ്പാക്കിയില്ലെങ്കിൽ വണ്ടിയുടെ ബോഡി ടയറിൽ കിടന്ന് ഇടിക്കുന്നതാണ്. അതുകൊണ്ട് സസ്പെൻഷൻ കറക്റ്റായ അളവിൽ സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ ആ ബോഡി ടയറുമായി ഇടിക്കും. ഇപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റണ്ടും ഒക്കെ ഈ വാഹനം വെച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അത് റിപ്പയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഓരോ വണ്ടികളായി എടുത്തപ്പോൾ ഈ പ്ലേസ് അതിന് മാച്ച് ആകുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് നീക്കിയിടാം. ഓക്കെ, നമ്മൾ ഇപ്പോൾ മൊത്തം ടോട്ടൽ ഈ 4 വാഹനങ്ങൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഏതൊക്കെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഒന്നാമത് താറാണ്. അടുത്തതായി നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് സ്കോർപിയോ ആണ്. ഇതിൽ 4 വണ്ടികളിൽ ഒന്ന് സ്കോർപിയോ ആണ്. അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് ഫോർച്യൂണർ ആണ്. മൂന്നാമത്തേത് ഫോർച്യൂണർ ആണ് നമുക്ക് ഇതിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ കഴിയുന്നത്. അടുത്ത് ലാൻഡ് ജീപ്പാണ്. ആ വണ്ടിയും കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നായി മോഡിഫിക്കേഷൻ ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ലാൻഡ് ജീപ്പിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. കസ്റ്റമൈസ് ബട്ടൺ എടുത്ത് മോഡിഫിക്കേഷൻ ഓണാക്കി നമുക്ക് കാർ മോഡിഫിക്കേഷൻസ് എടുക്കാം. അതിൽ ലാൻഡ് ജീപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിൽ 2 മോഡിഫിക്കേഷനാണ് ഈ വണ്ടിയിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് ഇതിൻ്റെ ഈ ഓപ്പൺ ജീപ്പിൻ്റെ ഈ ഫങ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും.
അതിനുശേഷം നമുക്ക് സ്കോർപിയോയിൽ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം. സ്കോർപിയോയിൽ ജനറേഷൻസ് മാറ്റുവാനാണ് നമുക്ക് കഴിയുന്നത്. ഇതിൽ നമുക്ക് സ്കോർപിയോ സെലക്ട് ചെയ്യാം. ക്ലാസിക് ആൻഡ് S11 പിന്നെ ഉള്ളത് 2009 എന്ന മോഡലാണ്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത്രയും മാത്രമാണ് സ്കോർപിയോയിലുള്ളത്. അതിനുശേഷം നമുക്ക് ഫോർച്യൂണർ എടുക്കാം. ഫോർച്യൂണറിൽ മോഡിഫിക്കേഷൻ എടുത്ത് നമുക്ക് ഫോർച്യൂണർ ലെജൻഡർ ആൻഡ് ഓൾഡ് ഫോർച്യൂണർ എന്ന ഓപ്ഷനുകളാണ് ഉള്ളത്. മൊത്തം 3 ജനറേഷനാണ് ഈ വാഹനത്തിനുമുള്ളത്. അതിനുശേഷം നമുക്ക് ആക്സസറീസ് ആഡ് ചെയ്യാം. നമുക്ക് ഈ വാഹനത്തിൽ എല്ലാ വാഹനത്തിലും ചെയ്യുന്നത് പോലെ വീൽ അലൈൻമെൻറ്റ്, സസ്പെൻഷൻസ് ഒക്കെ നമുക്ക് എല്ലാ വാഹനങ്ങളും നമ്മൾ താറിൽ ചെയ്തതുപോലെ നമുക്ക് ഇതിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.